യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ ഒരു 3-4 ദിവസം ഒരല്പ സമാധാനം കിട്ടിയിട്ട് ഇന്നലെ പാതിരാത്രി മുതൽ വീണ്ടും അതെല്ലാം താളം തെറ്റിക്കുന്ന വിധത്തിലും അച്ചുതണ്ടും ദിശയുമൊക്കെ മാറുന്ന വിധത്തിലും യുദ്ധം രൂക്ഷമാകുന്ന പുതിയ ഘട്ടമാണ് പാതിരാത്രിക്ക് ശേഷം ഇന്നിതാ ഇതുവരെ നമ്മൾ കാണുന്നത്. കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലാകുന്നോ എന്ന് സംശയം കൊണ്ടുവരുന്നൊരു സാഹചര്യം ഇന്ന് ഈ ബുധനാഴ്ച ഉണ്ടായിരിക്കുന്നു. ഇന്നലെ ഇറാനിൽ നിന്ന് ജോർദാനിലേക്കുള്ള മിസൈൽ ആക്രമണം, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജോർദാനിൽ നിന്ന് അമേരിക്കൻ കേന്ദ്രങ്ങൾ തിരിച്ചടിച്ചത്, അതിനുശേഷം അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സേന സംയുക്തമായി ഇറാഖിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ പായിച്ചതും ആക്രമണം നടത്തിയതും, ഇറാഖിലെ ഒരു പ്രത്യേക ഇറാൻ അനുകൂല ഗ്രൂപ്പിൻ്റെ താവളം തകർത്തതും, അവിടെ 5 ഇറാനിയൻ അഡ്വൈസേഴ്സ് കൊല്ലപ്പെട്ടതുമായ സംഭവം ഇപ്പോൾ വലിയ പുലിവാലായി, വലിയ ചർച്ചയായി, സമാധാനക്കേടായി മാറിയിരിക്കുകയാണ്. ഒരൽപ്പം താഴ്ന്ന് സമാധാനത്തിലേക്ക് വന്നിരുന്ന എണ്ണവില ഇന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും വർദ്ധിക്കും എന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അമേരിക്ക ഇറാനെതിരെ പുതിയ ചില ഉപരോധങ്ങൾ കൂടി ഇന്ന് പ്രഖ്യാപിച്ചതായി ഇപ്പോൾ വിവരം വരുന്നു. മാത്രമല്ല, UAE നടക്കമുള്ള പല വിമാനങ്ങളും ഇന്നലേക്ക് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്നത് എത്തിഹാദിൻ്റെയും എമിറേറ്റ്സിൻ്റെയും ഫ്ലൈ ദുബായിയുടെയും എയർ അറേബ്യയുടെയും ചില ഗൾഫ് ഫ്ലൈറ്റുകളെങ്കിലും തടസ്സപ്പെടുകയോ കാലതാമസം വരികയോ ചെയ്യുന്നു എന്ന അർത്ഥത്തിലും റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൾഫ് മേഖലയിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ ഒരു ആശ്വാസം വെച്ചിട്ട് ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഷെഡ്യൂളൊക്കെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇറാഖിലെ പ്രോ ഇറാനിയൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ അമേരിക്കയും സൗദി അറേബ്യയും ചേർന്ന് ആക്രമിച്ചത് ഇറാഖ് ഗവൺമെൻറ്റിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയായിരുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അല്പം മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ലാതെ ഒളിച്ചും പാത്തുമല്ല തങ്ങൾ ആക്രമണം നടത്തിയത്, നേരത്തെ കൂട്ടി ഇറാഖിനെ അറിയിച്ചിരുന്നു. എന്നിട്ടാണ് അതിശക്തമായ ആക്രമണം വളരെ പ്രിസൈസ്ഡായിട്ട് നടത്തിയത് എന്ന് ട്രംപ് പറയുന്നു. ഇറാഖിൻ്റെ ഭാഗത്തുനിന്ന് ഔപചാരികമായിട്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിൻ്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ഒരാക്രമണം തങ്ങളുടെ മണ്ണിലുണ്ടായാൽ തിരിച്ചടി എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ, അത് ആലോചിച്ച് കണ്ട് വേണ്ട വിധത്തിൽ പെരുമാറും. ഡിപ്ലോമസിയാണ് ഇപ്പോഴും ഞങ്ങളുടെ മുന്നിലുള്ളത്, മറ്റാരും ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചടിക്കാൻ നിൽക്കേണ്ടതില്ല എന്ന് പരോക്ഷമായി ഇറാനെതിരെ ശക്തമായ ഭാഷയിൽ ഇറാഖ് പറയുകയുണ്ടായി. ഇറാഖിലെ സെൻട്രൽ ദിയാല പ്രൊവിൻസിൽപ്പെടുന്ന ഒരു മിലിറ്ററി കേന്ദ്രത്തിന് നേർക്കാണ് അമേരിക്കയുടെയും സൗദിയുടെയും സേന ആക്രമണം നടത്തിയത്. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഞങ്ങൾക്ക് കിട്ടിയത് ഹാഷിദൽ ഷാബി എന്നാണ്. ബാഗ്ദാദിൽ ഈ മരണമടഞ്ഞ 5 ഇറാനിയൻ ഉപദേശകരുടെ മൃതദേഹം വെച്ചുകൊണ്ടുള്ള ആ മയ്യത്ത് നമസ്കാര ചടങ്ങ് നടക്കുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ AFP പുറത്തുവിട്ടു എന്ന റിപ്പോർട്ടും വരികയാണ്. പകരം ചോദിക്കാൻ വേണ്ടി പുതിയൊരു പ്രസ്ഥാനം ഉദയം കൊണ്ടു വാർത്തകൾ വരുന്നു. ഹർക്കത്ത് ഹിസ്ബുല്ല അൽ നുജാബ എന്ന പ്രസ്ഥാനം വന്നിട്ട് സൗദി അറേബ്യക്കെതിരെ പരസ്യമായ വെല്ലുവിളി അല്പം മുമ്പ് ഉയർത്തിയതായും റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിൻ്റെ ശിക്ഷ, അതിൻ്റെ ഫലം സൗദി അറേബ്യ അറിഞ്ഞിരിക്കും എന്ന മട്ടിലാണ് വെല്ലുവിളി ഈ നുജാബ ഉയർത്തിയിരിക്കുന്നത്. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.